ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പോലെ ഒരു ചെറിയ പ്രക്രിയയൊന്നുമല്ല. സുബി സുരേഷിനെ പോലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും സിനിമാ ലോകത്തും അതുപോലെ തന്നെ ചാനലുകളിലും അതുപോലെ തന്നെ മിമിക്രിയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എല്ലാവരും അറിയുകയും അവരുടെ രോഗം എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ആദ്യം ഇത് കരളിനെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നെങ്കിൽ തുടർന്ന് കരളിൽ നിന്നും അത് പയ്യെ വൃക്കയെ ബാധിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ വൃക്കയെ ബാധിച്ചതിന് കൂടാതെ തന്നെ ഇത് ഹൃദയത്തെ ബാധിക്കുന്നതായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചികിത്സയോട് പ്രതികരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച് ഒക്കെ നടത്തി. പ്ലാസ്മ എക്സ്ചേഞ്ച് നടത്തിയിട്ടും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി അക്കാര്യത്തിൽ കണ്ടില്ല. സുബി സുരേഷ് രാജഗിരി ആശുപത്രിയിൽ വന്നത് തന്നെ കണ്ണിന് മഞ്ഞ നിറം കണ്ടുകൊണ്ടും അമിതമായ ക്ഷീണം ഉണ്ടായതുകൊണ്ടുമാണ് അവിടെ വന്നത്. വന്ന സമയത്ത് തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റേതായ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. തുടർ പരിശോധനയിലാണ് നമുക്ക് മനസ്സിലായത് സുബിക്ക് കരളിന് കാര്യമായിട്ടുള്ള പരുക്കുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗമുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. ഇതിനു മുൻപും തന്നെ സുബി കരൾ രോഗബാധിതയായിരുന്നു. അതിന് മരുന്നുമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരുപക്ഷെ മരുന്ന് നിർത്തിയതുകൊണ്ടാകാം, അല്ല എങ്കിൽ മരുന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനിടയിൽ വേറെ എന്തെങ്കിലും ടോക്സിൻസ്, അതായത് മറ്റു മരുന്നുകളോ അല്ലെങ്കിൽ മരുന്ന് മാറിക്കഴിക്കുകയോ എല്ലാം ചെയ്തതിൻ്റെതാണോ എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം വേറെ നമുക്ക് അറിയാം, നമ്മുടെ ഈ അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നതിനുള്ള മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നതൊക്കെ പലർക്കും ഒരു ശീലമൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, യാഥാർത്ഥ്യം ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അവിടെ വന്നപ്പോൾ തന്നെ കരളിനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. സുബി സുരേഷിനെ പോലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും സിനിമാ ലോകത്തും അതുപോലെ തന്നെ ചാനലുകളിലും അതുപോലെ തന്നെ മിമിക്രിയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയെ എല്ലാവരും അറിയുകയും അവരുടെ രോഗം എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും സുബിയെ മാറി പരിശോധിക്കുകയും വേണ്ടുന്നതായിട്ടുള്ള ചികിത്സയൊക്കെ നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ചികിത്സയോട് പ്രതികരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച്, അത് ഇതിൻ്റെ ഒരു ചികിത്സ തന്നെയാണ്. പ്ലാസ്മ എക്സ്ചേഞ്ച് ഒക്കെ നടത്തി. പ്ലാസ്മ എക്സ്ചേഞ്ച് നടത്തിയിട്ടും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി അക്കാര്യത്തിൽ കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിച്ചത്. ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം സുബിയോട് പറയുകയും അതുപോലെ തന്നെ സുബിയുടെ അടുത്ത ബന്ധുക്കളോടൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു കരൾമാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാൻ ആദ്യം വീട്ടുകാർക്ക് സാധിക്കുകയില്ലായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അതിനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കരൾമാറ്റൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കരൾമാറ്റൽ എന്നല്ല, വൃക്ക മാറ്റി വയ്ക്കുന്നതൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഓൾ ഓൺ എ സഡൻ ചെയ്യാവുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ഒരു ദാതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഭാഗ്യവശാൽ സുബിക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ബന്ധു തന്നെ നൽകുവാനായിട്ട് തയ്യാറായി. അത് നൽകുവാൻ തയ്യാറായ നിമിഷം തന്നെ ഹോസ്പിറ്റൽ ബോർഡുണ്ട്. അതിനൊരു വലിയൊരു പ്രൊസീജിയറുണ്ട്, വലിയൊരു കടമയുണ്ട്. ഹോസ്പിറ്റൽ ബോർഡ് കൂടിയിട്ട് ഇത് അനുയോജ്യമായിട്ടുള്ള കരളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബോർഡിന് അത് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം വീഡിയോ റെക്കോർഡിംഗ് ആണ്. സ്റ്റേറ്റ് ബോർഡിന് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാസത്തിൽ ഒരു സ്റ്റേറ്റ് ബോർഡേ കൂടുകയുള്ളൂ. ഈ കുട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് അടിയന്തരമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ കൂടുവാനായിട്ട് ഇന്ന് നിശ്ചയിച്ചിരുന്നതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് മരണപ്പെട്ടു. അതതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മറുവശം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്, ഒരു 3-4 ദിവസമായിട്ട് രോഗം മൂർച്ഛിക്കുന്നതായിട്ടാണ് കണ്ടത്. ആദ്യം ഇത് കരളിനെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നെങ്കിൽ തുടർന്ന് കരളിൽ നിന്നും അത് പയ്യെ വൃക്കയെ ബാധിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ വൃക്കയെ ബാധിച്ചതിന് കൂടാതെ തന്നെ ഇത് ഹൃദയത്തെ ബാധിക്കുന്നതായിട്ടുണ്ട്. ഹൃദയത്തെ ബാധിക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ മെഡിക്കൽ ശാസ്ത്രം അറിയാൻ പാടില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെങ്കിലും മെഡിക്കൽ ശാസ്ത്രം അറിയുന്നവർക്കറിയാം. ഈ ലിവർ ഡിസീസ് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൺഗോയിങ് ഇവൻ്റ് എന്ന് പറയുന്നത് പോർട്ടോ പൾമണറി ഹൈപ്പർടെൻഷൻ എന്ന് പറയും. അങ്ങനെ അതായത് നമ്മുടെ പ്ലീഹയ്ക്കകത്തുള്ള പ്രഷർ കൂടും. അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ അകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൃദയത്തെ ബാധിക്കും. അങ്ങനെ പ്രഷർ കൂടി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകും. അപ്പം സുബി സുരേഷിൻ്റെ കാര്യത്തിൽ ഈ പോർട്ടോ പൾമണറി പ്രഷർ കൂടിയപ്പോഴേക്കും തന്നെ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്തു. അതുപോലെ ഡയാലിസിസ് ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. കാരണം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു ചെറിയ ശസ്ത്രക്രിയ അല്ല. ദാതാവ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരാളാണ്. ആരോഗ്യമുള്ള ഒരാളിൽ നിന്നും രോഗബാധിതനായ ഒരാളിലേക്ക് ഇത് എടുത്തു വയ്ക്കുമ്പോഴേക്കും
രണ്ടുപേരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് സ്വീകരിക്കുന്നയാൾ സുരക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അതുപോലെ തന്നെ നൽകുന്നയാളും സുരക്ഷിതമായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു. എങ്ങനെയെങ്കിലും സുബി സുരേഷ് ഇതിനോടൊന്ന് യോജിച്ച് പ്രഷറും ഒക്കെ കുറഞ്ഞൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഹാർട്ട് ഫെയിലിയർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സുബി സുരേഷിനെ ചെയ്യണമെന്നുള്ള താല്പര്യത്തോടുകൂടി തന്നെ നമ്മൾ എല്ലാ വർക്കപ്പും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ സ്റ്റേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല, പക്ഷേ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു. അപ്പോൾ ഇക്കാര്യത്തിൽ ആശുപത്രി വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. സുബി സുരേഷിൻ്റെ വീട്ടുകാരും അതിനോട് വളരെ സഹകരിച്ചിരുന്നു. അതുപോലെ തന്നെ ധാരാളം മാധ്യമ സുഹൃത്തുക്കളും സിനിമാ സുഹൃത്തുക്കളും സിനിമാ വേൾഡിലുള്ളവരും എല്ലാം സുബിയുടെ കാര്യം നിരന്തരമായിട്ട് അന്വേഷിക്കുകയും ഹോസ്പിറ്റലിൽ വന്ന് തന്നെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരോടെല്ലാം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്രയും നല്ല പ്രശസ്തയായ, അതുപോലെ തന്നെ അഭിനയരംഗത്തുനിന്ന് മാത്രമല്ല ചാനൽ ഡിസ്കഷനിലും അതുപോലെ തന്നെ ഈ കുട്ടികളോടൊക്കെ സംവദിക്കുന്നതിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും ഉത്തരം കണ്ടെത്തുന്നതിലും ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വ്യക്തി അടുത്ത കാലത്ത് സിനിമാ ലോകത്ത് കണ്ടിട്ടില്ല. ആ നഷ്ടം വളരെ നികത്താൻ വയ്യാത്തൊരു നഷ്ടം തന്നെയാണ്. ഞങ്ങൾക്കും അതിൻ്റെ അകത്ത് പ്രയാസമുണ്ട്. ഡോക്ടർമാർക്ക് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെ ചെയ്യുവാൻ സാധിച്ചിട്ടും മരണപ്പെട്ടു പോയെന്നുള്ളൊരു ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ള പങ്കുവയ്ക്കൂ. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പോലെ ഒരു ചെറിയ പ്രക്രിയയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇപ്പോൾ വൃക്ക മാറ്റിവെക്കുന്നു അല്ലെ കരൾ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഈ ദാതാവിനെ കണ്ടെത്തുക, അതുപോലെ തന്നെ ഇത് യോജിച്ച രണ്ട് ശരീരവും തമ്മിൽ യോജിക്കുന്നതാണെന്നുള്ളത് കണ്ടെത്തുക, അതിന് ധാരാളം ടെസ്റ്റുകളുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു മാസങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയയാണ്. പക്ഷേ അടിയന്തര ഘട്ടത്തിൽ എല്ലാ ഹോസ്പിറ്റലുകാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ ശ്രമങ്ങളൊക്കെ നടത്തും. എങ്കിൽ പോലും നിയമവശമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ചുമ്മാതെ വെറുതെ ഇത് ഒരാൾ നൽകുന്നു എന്ന് പറയുമ്പോൾ എടുത്തു വയ്ക്കാൻ സാധിക്കുന്നതല്ല. ഹോസ്പിറ്റൽ ബോർഡ് 100% അതിന് ഇതാവശ്യമുള്ളതാണെന്നുള്ള സർട്ടിഫൈ ചെയ്യണം. ആ സർട്ടിഫൈ ചെയ്ത് വീഡിയോ റെക്കോർഡിങ്, ഹോസ്പിറ്റൽ ബോർഡെന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും അധികൃതരും അതുപോലെ തന്നെ ദാതാവും രോഗികളുടെ ബന്ധുക്കളും എല്ലാവരും ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ച നമ്മൾ വീഡിയോ ചെയ്ത് അത് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കണം. സ്റ്റേറ്റിൽ ഇതുപോലെ തന്നെ ഒരു എപ്പെക്സ് ബോഡി ഉണ്ട്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അവരെല്ലാവരും ഇത് യാഥാർത്ഥ്യത്തോടു കൂടി ഉള്ളതാണ്, അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണെന്ന് സർട്ടിഫൈ ചെയ്ത് തിരികെ ആ ഹോസ്പിറ്റലിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴും വേറൊരു കാര്യമുണ്ട്, അനുകൂലമായ സാഹചര്യങ്ങൾ രോഗിക്ക് വേണ്ടി ഒരുക്കിയെടുക്കണം. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്, അനസ്തീസിയ വിസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയയാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ മരണപ്പെട്ടു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എനിക്ക് സുബിയുടെ ജീവിതശൈലി മോശമായിരുന്നു, അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടാണ് ഇതൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ അമിതവണ്ണം, അതുപോലെ തന്നെ ഈ പല ഈ നമ്മൾ ഇപ്പോൾ ധാരാളമായിട്ട് ഈ ചില മരുന്നുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഉത്തേജക മരുന്നുകൾ ഇതെല്ലാം കഴിക്കുന്നതൊക്കെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ അമിതവണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ഈ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. ഇപ്പോൾ അറിയാം, നമുക്ക് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ അകത്തൊക്കെ ഉള്ള മായം അറിയാം. അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയ വസ്തുക്കളൊക്കെ, ഇതൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.